ഞാൻ യൂട്യൂബിലൊക്കെ മാത്രമേ ഈ കണ്ണാടിപ്പാലം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞാനിതാ അതിന് മുകളിലൂടെ നടക്കുന്നു. അതും കടലിന് മധ്യത്തിലുള്ള കണ്ണാടിപ്പാലം. കന്യാകുമാരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാലത്തിന് നിറയെ പ്രത്യേകതകളുണ്ട്. ഒരു ദിവസം 24 മണിക്കൂറാണ്. അതിൻ്റെ 12 മണിക്കൂർ സൂര്യൻ്റെ അയനം, അതിൻ്റെ സ്ഥാനങ്ങളുടെ മാറ്റം ഇവയെല്ലാം വ്യക്തമായി വീക്ഷിക്കാൻ കഴിയുന്ന ഇടമാണ് ഈ കണ്ണാടിപ്പാലം. ഉദയം മുതൽ അസ്തമയം വരെ ഇവിടെ നിന്ന് വ്യക്തമായി നമുക്ക് വീക്ഷിക്കാനാകും. മറവുകളില്ലാതെ അതിന് സാക്ഷിയാകുന്നത് കടലും കടലിന് നടുക്കുള്ള വിവേകാനന്ദ പാറയും തിരുവള്ളുവരുടെ അമ്പരച്ചുംബിയായ പ്രതിമയും മാത്രം. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ കര അവസാനിക്കുന്ന പ്രകൃതി രമണീയമായ മുനമ്പാണ് കന്യാകുമാരി. ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും അറബിക്കടലും സംഗമിക്കുന്ന ത്രിവേണി സംഗമ ഭൂമിയാണ് കന്യാകുമാരി. ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനും സൂര്യോദയവും അസ്തമയവും വീക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ നിത്യേന ഇവിടെ എത്തിച്ചേരുന്നത്. എല്ലാ വർഷവും ഒക്ടോബർ 15-നും മാർച്ച് 15-നും ഇടയിലുള്ള കാലയളവിലാണ് അസ്തമയം പൂർണ്ണമായി ദൃശ്യമാകുന്നത്. സൂര്യോദയമാകട്ടെ വർഷത്തിലുടനീളം കാണാൻ സാധിക്കും. കന്യാകുമാരിയിലുള്ള മുരുകൻ കുലം എന്ന കുന്നിന് മുകളിൽ നിന്നാൽ കന്യാകുമാരി പ്രദേശത്തിൻ്റെ സൗന്ദര്യം കൂടുതൽ നന്നായി കാണാനാകും. പൗർണമി നാളിൽ സൂര്യാസ്തമയവും ചന്ദ്രോദയവും ഒരേ സമയത്ത് ഇവിടെ നിന്നാൽ ദർശിക്കാം. തികച്ചും വ്യത്യസ്തമായ ഒരു ദൃശ്യാനുഭവമാണിത്. കന്യാകുമാരിയിലെ മറ്റൊരാകർഷണം കടലിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് വൻ പാറകൾ ഉയർന്നു നിൽക്കുന്ന കാഴ്ചയാണ്. ഭാരതീയ സാംസ്കാരിക പൈതൃകത്തിൻ്റെ മുതൽക്കൂട്ടായ സ്മാരകങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കന്യാകുമാരിയിൽ ഈ അടുത്ത് ഉദ്ഘാടനം ചെയ്ത പാലത്തെക്കുറിച്ച് പറയാം. ഇത് രാജ്യത്തെ ആദ്യത്തെ കണ്ണാടി പാലമാണ്. 77 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമാണ് ഇതിനുള്ളത്. കടൽ കാഴ്ച ആസ്വദിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പാലമാണ് കന്യാകുമാരിയിൽ സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സുതാര്യമായ ഗ്ലാസ് പ്രതലം ഉൾക്കൊള്ളുന്ന പാലം അതുല്യമായ ദൃശ്യാനുഭവം നൽകുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കടലിൻ്റെ അതിമനോഹരമായ കാഴ്ച സന്ദർശകർക്ക് പാലത്തിൽ നിന്ന് കിട്ടും. തമിഴിലെ മഹാകാവ്യമായ തിരുകുറലിൻ്റെ രചയിതാവ് തിരുവള്ളുവർക്ക് ആദരം അർപ്പിച്ചുകൊണ്ട് 37 കോടി രൂപ ചെലവിലാണ് തമിഴ്നാട് സർക്കാർ പാലം നിർമ്മിച്ചിട്ടുള്ളത്. 133 അടി ഉയരത്തിലാണ് ഈ കണ്ണാടി പാലം സ്ഥിതി ചെയ്യുന്നത്. കടലിൻ്റെയും ചുറ്റുമുള്ള ഭൂപ്രകൃതിയും ആസ്വദിക്കുന്നതിനൊപ്പം 2 സ്മാരകങ്ങൾക്കിടയിൽ കൂടുതൽ മനോഹരമായ ഒരു റൂട്ട് പ്രദാനം ചെയ്യുന്നു എന്നത് പാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. നേരത്തെ കന്യാകുമാരി ബോട്ട് ജെട്ടിയിൽ നിന്ന് വിവേകാനന്ദ സ്മാരകത്തിലേക്കും തുടർന്ന് തിരുവള്ളുവർ പ്രതിമയിലേക്കും യാത്ര ചെയ്യാൻ വിനോദസഞ്ചാരികൾക്ക് ഫെറി സർവീസ് ആശ്രയിക്കേണ്ടി വന്നിരുന്നു. മുൻപ് ഫെറി സർവീസ് ആയിരുന്ന സമയത്ത് കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ തിരുവള്ളുവരുടെ സ്റ്റാച്ചു കാണാനുള്ള അവസരം സഞ്ചാരികൾക്ക് ലഭിച്ചിരുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തെ മറികടക്കാനാണ് കണ്ണാടി പാലം നിർമ്മിച്ചിരിക്കുന്നത്. കണ്ണാടി പാലത്തിൻ്റെ വരവോടുകൂടി 2 സ്മാരകങ്ങൾക്കിടയിലൂടെ നടന്നുള്ള യാത്ര വേറിട്ടൊരു അനുഭവമാണ് പ്രദാനം ചെയ്യുന്നത്. കന്യാകുമാരി കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും പുതിയ പുതിയ കാഴ്ചകളുമായി കന്യാകുമാരിയിലെ മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.